നൂറുദ്ദീൻ സലാഹി വെട്ടത്തൂർ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് ഒരുപാട് ആളുകൾ എനിക്കിങ്ങനെ ഫോർവേഡ് ചെയ്ത് തന്നു. ഇറാനെ വിമർശിച്ചാൽ ഇസ്രായേൽ ഏജൻ്റ് ആകുമോ? ഇഖ്വാനി കുത്തുബി ബ്ലാക്ക് മെയിലിങ്ങുകൾ തിരിച്ചറിയുക. അടിപൊളി അടിപൊളി ഒരു ടൈറ്റിലോട് കൂടിയാണ്. പിന്നെ ഒരു ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് വിശദീകരിക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്നറിയുമോ? നമ്മൾ എടുക്കുന്ന നിലപാട് ഒരു സാമാന്യ നീതിയുടെയോ ധാർമ്മികതയുടെയോ നമ്മുടെ മനസാക്ഷിക്ക് പോലുമോ ന്യായീകരിക്കാൻ കഴിയാത്തതാകുമ്പോഴാണ് ഈ അയിലക്കുടൽ പോലെ നമ്മളിങ്ങനെ വാരി വലിച്ചിട്ട് ഒരുപാട് വിശദീകരിക്കുകയും ഒരുപാട് കുറിപ്പെഴുതുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. സംഗതി വളരെ നിസ്സാരമായ ചോദ്യമാണ്. കുറേ നാളുകളായി ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിനൊന്നും ഒരു മറുപടിയും ഇവരാരും തരുന്നില്ല. ഇവിടുത്തെ ചോദ്യം ഷിയെ വെള്ളപൂശലും അല്ലെങ്കിൽ വേറൊരു കാര്യമൊന്നുമല്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ പറയുന്ന ഒന്നെങ്കിൽ ഈ രണ്ട് ആസ്ഥാന വിദ്വാൻമാരെ ആരെയൊക്കെ അമേരിക്കയെയും നെതന്യാഹുവിനെയും ട്രംപിനെയും നിങ്ങളൊരു ആഗോള സലഫി നേതാക്കളായി പ്രഖ്യാപിക്കുക. അവരെ പ്രഖ്യാപിച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് തണൽ കിട്ടുന്ന ഒരു ചെറിയ പണി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് തുടരാം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ വേണമെങ്കിൽ അതിന് പ്രബലമായ ഒരു ഈമാൻ്റെ ലക്ഷണമായി ഈ ട്രംപിൻ്റെ ഒരു വാചകം നിങ്ങൾക്കെടുക്കുക എന്ന് പറഞ്ഞാൽ ആ 8-ാം തീയതി ഇറാനെ തുടച്ചു നീക്കും, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞില്ലേ ആര്? നമ്മുടെ ട്രംപ്. അപ്പം വേണമെങ്കിൽ ട്രംപിനൊരു ഈമാനുണ്ട് എന്നുള്ളൊരു പശ്ചാത്തലം സ്വീകരിച്ചുകൊണ്ട് ആ ഈമാനെ ഭൂ എന്ന് ഊതിക്കാച്ചി വലുതാക്കി റെഡിയാക്കുന്ന രീതിയിൽ അതൊരു മാർഗമായി സ്വീകരിച്ചുകൊണ്ട് നമുക്കവരെ നേർക്ക് നേരെ വെള്ളപൂശാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ? ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന കടുത്ത ആക്രമണം, മനുഷ്യരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം, ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം, ലോകത്ത് മാനവികതയുടെ അധാർമികതയുടെ ശത്രുക്കളായി എല്ലാ രാജ്യത്തും എല്ലാ സമൂഹങ്ങളിലും നേർക്ക് നേരെ ആക്രമിക്കുന്ന രണ്ട് ആഗോള ഭീകരന്മാർ ഒരു രാജ്യത്തെ ആക്രമിക്കുന്നു. ആ ആക്രമിക്കുന്ന രാജ്യം അതിനെ പ്രതിരോധിക്കുന്നു. ആ പ്രതിരോധിക്കുന്നതോടൊപ്പം ലോകത്തുള്ള മറ്റൊരുപാട് രാജ്യങ്ങൾ അവരോടൊപ്പം മാനസികമായി നിൽക്കുന്നു, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഈ രണ്ട് ഭീകരന്മാരോടൊപ്പം കൂടാതെ മാറി നിൽക്കുന്നു. ആ മാറി നിൽക്കുന്ന വേളയിൽ ഇവരുടെ ചരിത്രവും ഇവരുടെ പാരമ്പര്യവും ഇവരുടെ ഭൂതകാലവും എല്ലാം പറഞ്ഞ് അലക്കി വെളുപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്നവർ. ആരെ വെളുപ്പിക്കാൻ? ഈ ചെയ്യുന്ന ക്രൂരത ചെയ്യുന്നവരെ വെളുപ്പിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവർ. ദയവായി നിങ്ങളുടെ പ്രൊഫൈലുകളിൽ നിന്ന് ഇന്ത്യയിൽ ഇതുപോലുള്ള സംഗതികൾ നടക്കുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ എണ്ണവും അന്നേരം നിങ്ങൾ ഇതിനകത്ത് കണ്ടിട്ടുള്ള ഹറാമുകളും ഹലാലുകളും ബാക്കിയുള്ള ചരിത്രങ്ങളും എല്ലാം കൂടെ പറഞ്ഞുള്ള സംഗതികളെല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ച് പുറത്തു വിടേണ്ടതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ആക്രമിക്കപ്പെടുന്നവൻ്റെ മർദ്ദിതനെ ഈ മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവനെ വിചാരണ ചെയ്യാൻ, അവനെ വിലയിരുത്താൻ, അവൻ എവിടെയാണെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഈ പറയുന്ന അവകാശം തന്നിരിക്കുന്നത് എന്തിൻ്റെ ബലത്തിലാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ കുറച്ച് പേരെ കാംനൈ നരകത്തിലാണോ മറ്റെടുത്താണോ എന്നൊക്കെ നിങ്ങൾ വിചാരണ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് കാന്തപുര ഉസ്താദിനെ പിന്നെ മദീനയിലെങ്ങാണ്ട് ഒരു സ്ഥലത്തിരുന്ന് ടിക്കറ്റ് കൊടുക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോ ക്ലിപ്പ് ഇട്ട് കാണിച്ച ആളുകളല്ലേ. അന്നൊക്കെ നിങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞതെന്താ? ദുനിയാവിൽ ആരെയും നരകത്തിലും സ്വർഗത്തിലും ആക്കാനുള്ള അവകാശം നമുക്കില്ല എന്നൊക്കെ പ്രസംഗിച്ചവരല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവരെ ഇത്രയും നരകത്തിൽ ഇവിടെ നിന്നുകൊണ്ട് വിധി പറഞ്ഞ് ആക്കാൻ എന്താ മാർഗം? അങ്ങനെ അഥവാ ഇവർ നരകത്തിലാണെങ്കിൽ ഇവരെ ഈ ഹജ്ജിനും ബാക്കിയുള്ള കർമ്മങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ കൂട്ട് സമാനമായ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന രാജ്യവും അവിടുത്തെ ഭരണാധികാരികളും നരകത്തിലാണോ സ്വർഗത്തിലാണോ? അവർ യഥാർത്ഥത്തിൽ വിലക്കണ്ടേ? അതിനൊന്നും നിങ്ങൾ മറുപടി പറയുന്നില്ല. എൻ്റെ ചോദ്യം വളരെ കൃത്യമല്ലേ? അങ്ങനെയാണെങ്കിൽ സൗദി കാണിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഈ ഹദീസുകൾ പ്രകാരം വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു 3-4 വീഡിയോ ഇറക്കൂ. ഞാനും അതെന്നോടൊപ്പം ചേർന്ന് നിങ്ങളുടെ കൂടെ ആ പറഞ്ഞ സംഗതി എങ്കിലല്ലേ അത് പൂർണ്ണമാവുള്ളൂ. അല്ലാതെ ഇത് അവരിടുമ്പം കളസം മറ്റൊരിടുമ്പം ബെർമുഡ എന്ന് പറയുന്ന ന്യായമാണ് ഇതിലെ പ്രശ്നം. അതുകൊണ്ട് ഇറാനെ വിമർശിക്കാം, നാളെയും വിമർശിക്കാം, ഇന്നലെയും വിമർശിച്ചിരുന്നു. പക്ഷേ ഇന്ന് അവരെ എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അടിക്കുന്നവനെ പറയുന്നവനേക്കാൾ വികാരത്തിൽ അടി കൊള്ളുന്നവനെ പറയുന്നത് ഗാന്ധിജി
ഗാന്ധിജിയോടുള്ള മോഹം കൊണ്ടാണെന്ന്. ഗാന്ധിജി എന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവിനോടുള്ള അഹിംസയുടെ മോഹം കൊണ്ടല്ല, ഗാന്ധി ചിത്രമുള്ള നമ്മൾ നോട്ടുണ്ടല്ലോ അതിൻ്റെ മോഹം കൊണ്ടാണെന്നാണ് വിമർശകർ പറയുന്നത്. കാശ് കിട്ടുന്നവരെന്തോ ചെയ്താലും അത് ഹലാല്. കാശ് തരുന്നവർക്ക് സന്തോഷമാകുന്നത് എന്തോ പറഞ്ഞാലും അത് ഹലാല്. എന്നാൽ കിട്ടപ്പോരില്ലാത്തവൻ അടി കൊണ്ടാലും അത് ഹറാമി. ആ ന്യായമാണ് എൻ്റെ നൂറുദ്ദീൻ സലാഹി വെട്ടത്തൂർ ഉസ്താദെ. അല്ലാതെ ആരും ഷിയാക്കളെ വിമർശിക്കേണ്ടെന്നോ, ഇന്നലകളിൽ വിമർശിച്ചുകൊണ്ടിരുന്നത് വിമർശിക്കേണ്ടെന്നോ, നാളെ വിമർശിക്കേണ്ടെന്നോ ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ഒരു എന്താ പറയുന്നത്, വേരുമില്ല കായുമില്ലാത്ത ഒരുതരം കാഞ്ഞ വർത്തമാനമാണ് നിങ്ങൾ ഈ വിസ്ഡം എന്നും പറഞ്ഞ് നടന്ന് പറയുന്നത്. അതിനാണ് ഈ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.